ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും ജാക്കും ജോക്കറും കിസ് ചെയ്ത് അവസാനം അവർ ബോയ് ഫ്രണ്ട്സ് ആവുന്നതിന് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കാണിക്കുമ്പോൾ ഇവരുടെ ഒരു കൂട്ടം നേരെ കിസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേറ്റിലോട്ട് പോകുന്നുണ്ട്, അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അത് കഴിയുന്നവരെ ബെഡിൽ കിടക്കുന്ന ടൈമിന് ജാക്കാണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് നീ എപ്പോഴെങ്കിലും കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഇല്ല, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ അത്ര ക്ലോസ് അല്ല, പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മാരേജിനെ പറ്റിയും ഫാമിലിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. കാരണം ഞാനൊരു മോശം അച്ഛനായി മാറുമെന്ന് എനിക്ക് പേടിയുണ്ട്, എൻ്റെ കുഞ്ഞെന്നെ വെറുക്കുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ടില്ല എന്ന് പറയാണ്. ആ സമയം ജാക്ക് നീ അങ്ങനെ കൂടുതലൊന്നും ആലോചിക്കല്ലേ, നീ ഒരു നല്ല അച്ഛൻ തന്നെ ആവും എന്നൊക്കെ പറയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ജാക്കാണെങ്കിൽ ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് എഴുന്നേൽക്കാൻ നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് നേരത്തെ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ബോസിന് വേണ്ടിയിട്ട് നമ്മുടെ ജോക്കറും ടാറ്റു ഹോയും എല്ലാവരും കൂടെ ചേർന്നിട്ട് റോസിൻ്റെ വീട്ടിൽ കയറി ആ ഒരു മോതിരം എടുത്തു. എന്നാൽ മോതിരം എടുക്കുന്നതിന് ഒരു പാസ്വേഡ് കൊടുക്കാൻ നേരത്ത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അധികാരമായിട്ടുള്ള ലേഡി കൊടുത്ത കാർഡ് വെച്ചിട്ടാണല്ലോ ഇവർ ആ പാസ്വേഡ് കണ്ടെത്തി ആ മോതിരം എടുത്തത്. അപ്പോൾ ഇവൻ്റെ കാർഡ് ഇപ്പോൾ ഇവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് നമ്മുടെ ജാക്ക് കാണുകയാണ്. അങ്ങനെ ജാക്ക് ആ കാർഡ് എടുത്തിട്ട് അല്ല ഈ കാർഡ് എവിടെ നിന്നാണെന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഇവനാണെങ്കിൽ പെട്ടെന്ന് സത്യം തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് പിന്നെ ഹോയി അവൻ്റെ ചീട്ടെന്തോ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ജാക്ക് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ജോക്കർ ഉടനെ തന്നെ ആ ഒരു കാർഡെടുത്ത് അവൻ കീറിക്കളയുവാണ്. അതിനുശേഷം കാണി ഇവരുണ്ടെങ്കിലും പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നതാണ്. ആ സമയം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ജാക്ക് നേരത്തെ മുമ്പ് ഡെപ്റ്റ് കളക്ടറായിട്ട് നടന്ന സമയത്ത് അവനാണെങ്കിൽ എപ്പോഴും പൈസ വാങ്ങാനായിട്ട് ഇങ്ങനെ നിന്ന ഒരു ലേഡി, ആ ലേഡിയുടെ അടുത്ത് ഇപ്പോൾ വേറെ കുറച്ച് ഡെപ്റ്റ് കളക്ടേഴ്സ് വന്നിട്ട് അവരെ ഫോഴ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകണം ഒരു പൈസ അടയ്ക്കാത്തതുകൊണ്ട് തന്നെ. അത് നമ്മുടെ ജാക്കാണെങ്കിൽ അവൻ്റെ പഴയ പ്രൊഫഷനെ കുറിച്ച് ആലോചിക്കുന്ന ടൈമിന് ജോക്കറാണെങ്കിൽ നീ ഇപ്പോൾ ആ ജോലി ചെയ്യുന്നില്ലല്ലോ, അതങ്ങ് വിട്ട് കളയാൻ പറയാണ്. ആ സമയം ജാക്ക് എന്തോ കുറേ നാളാ ജോലി ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഒരു ഡെപ്റ്റ് കളക്ടറാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ കുറച്ച് പോസ്റ്റേഴ്സ് എടുത്ത് കാണിക്കുവാണ്. അതായത് നമ്മുടെ ജാക്കിന് ടേക്ക് വോണ്ടും അല്ലാത്ത സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പരസ്യം കൊടുക്കുന്ന കുറച്ച് പോസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോക്കർ ഇന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ഇത് ഞാൻ റെഡിയാക്കിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ കറങ്ങാവുന്ന സ്ഥലത്ത് കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഈ പോസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതിൽ ഒരു പയ്യൻ ടേക്ക് വോണ്ട് ക്ലാസ് ഉണ്ടെന്ന് കാണുകയാണ്. അങ്ങനെ നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് ശരിക്കും നിങ്ങൾക്ക് ടേക്ക് വോണ്ട് അറിയാമെന്ന് വെച്ചപ്പോൾ അറിയാമെന്ന് പറയാണ്. ആ സമയം കുട്ടി എന്തെങ്കിലും കാണിച്ചു തരാനായിട്ട് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ കുറച്ച് ട്രിക്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചുറ്റിൽ നിന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പിള്ളേരുടെ അമ്മമാരുടെ അടുത്ത് എനിക്കിത് പഠിക്കണമെന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഒന്നിട്ടൊരു ചെറിയ ചെറിയ ട്രിക്ക് ജാക്ക് ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജാക്കും ജോക്കറും അവിടെ നിന്ന് സംസാരിക്കുന്ന ടൈമിൽ ജാക്കിൻ്റെ മൈൻഡിലോട്ട് എന്തോ ഒരു കാര്യം വന്ന് കയറുകയാണ്. അങ്ങനെ അവൻ്റെ ചിന്ത അതിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവൻ ജോക്കറിനെ അത് അറിയിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന ബോസിനെയാണ്. ബോസിൻ്റെ ഇപ്പോൾ ആ ഒരു മോതിരം വന്നതുകൊണ്ട് ഇയാൾ കുറച്ച് പവറിലായിട്ടുണ്ട്. കാരണം അത്രയും പവറുള്ള എന്തൊരു മോതിരമാണ്. അപ്പോൾ അയാളാണെങ്കിൽ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവരോടും തന്നെ എനിക്ക് കടം തരാനുള്ള എല്ലാ ആൾക്കാരെയും അതിപ്പോൾ എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരണം. കാരണം എനിക്ക് പൈസ അടയ്ക്കാത്ത എല്ലാവരും ഇനി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, പൈസ അടച്ച് തീരുന്നവരെ. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇടുമ്പോൾ എല്ലാത്തിനും പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓക്കെ സാർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതിനുശേഷം ഹോപ്പിനെ സേവിനെ കാണിക്കുമ്പോൾ സേവായാലും ഹോപ്പായാലും രണ്ടുപേരും ബോസിന് പൈസ അടച്ച് കൊടുക്കാനുള്ളതാണ്. ബോസ് ഇപ്പോൾ ഇങ്ങനൊരു പുതിയ തീരുമാനം ഇറക്കിയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. സേവാണെങ്കിൽ എനിക്ക് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല, എന്ത് കഷ്ടം, എനിക്കിവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഹോപ്പ് അപ്പോൾ എങ്കിൽ പിന്നെ നിൻ്റെ പൈസ നമുക്ക് രണ്ടുപേരും കൂടെ പെട്ടെന്ന് അടച്ച് തീർത്തിട്ട് നീ ഇവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നുണ്ട്. ആ സമയം സേവാണെങ്കിൽ പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എങ്ങനെ പോകുമെന്ന് ചോദിക്കുക. ആ സമയം ഹോപ്പാണെങ്കിൽ നീ വിഷമിക്കാതിരിക്കുക, എവിടെയാണെങ്കിലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജാക്കും ജോക്കറും കൂടെ ആയിട്ട് ഇവരുടെ ആ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ അതിന് വേണ്ടിയുള്ളൊരു പോസ്റ്ററും സംഭവമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ടോയ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടൊരു ലെറ്റർ കൊടുക്കുകയാണ്. അതായത് അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ അവളെ ഇട്ടിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെറ്ററാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ അവൾ പറയുകയാണ് അച്ഛൻ എന്നെ വേണ്ട, ഞാൻ അന്നൊരു ദിവസം അച്ഛനാണെങ്കിൽ ഞാൻ അച്ഛനൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കേട്ടതാ, അച്ഛൻ എന്നെ ഒഴിവാക്കിയിട്ട് പോയി, എനിക്കിനി ആരും ഇല്ലയെന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. ആ സമയം ജാക്കും ജോക്കറും അവളെ സമാധാനിപ്പിച്ചിട്ട് അച്ഛനാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ പോയതായിരിക്കും, അച്ഛൻ ഉടനെ തിരിച്ചു വരും, അതുവരെ നീ ഞങ്ങളോട് നിൽക്ക്, ഞങ്ങളില്ലേ നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആ പോസ്റ്റർ റെഡിയാക്കാൻ മൂന്നുപേരും കൊണ്ട് ഒരുമിച്ചൊക്കെ ഡ്രോയിങ് ചെയ്യുവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം വരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ബാനറൊക്കെ വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈഡിൽ നിന്നിട്ട് നമ്മുടെ ടാറ്റു ഹോയി എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഇവരുടെ കൂടെ ടീച്ചറായിട്ട് ഇന്ന് ആ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി നിൽക്കുന്നതാണ്. പിള്ളേർ കുറേ പേരുണ്ട്. നമ്മുടെ ടോയും ഒരു സ്റ്റുഡൻ്റായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ ആരാൻ്റെ കയ്യിൽ രണ്ട് ബാഡ്ജ് ഉണ്ട്, ട്രെയിനി ടീച്ചർ എന്ന് പറയും, ഒരു ഹാർട്ട് ഷേപ്പൊക്കെ വന്നിട്ടുള്ള. അതിലൊരെണ്ണം ഇവനാണെങ്കിൽ നമ്മുടെ ടാറ്റുവിന് വെച്ച് കൊടുക്കുന്നുണ്ട്, അടുത്തത് ഇവന് വയ്ക്കുകയാണ്. ആ സമയത്ത് കൊണ്ടുവന്ന ഹോയാണെങ്കിൽ എനിക്കുള്ളത് എവിടെയെന്ന് വെച്ചപ്പോൾ ഇത് ബുദ്ധിയുള്ളവർക്ക് വേണ്ടി വെക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് അരാനിവിടെ കളിയാക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അരാനാണെങ്കിൽ അവൻ്റെ ബാഡ്ജ് അഴിച്ച് ഇവന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് അങ്ങോട്ടേക്ക് പാട്ടും
ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് ഒരാൾ കയറി വരുന്നത് വേറെ ആരുമല്ല, റോസ് തന്നെയാണ്. റോസ് അത്ര എളുപ്പത്തിലൊന്നും ജാക്കിനെ വിടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. റോസ് അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് മൈക്കിൽ അവിടെ വന്ന് നിന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ജാക്ക് ഞാൻ ഒരുമിച്ചല്ല, എന്നാലും അവൻ്റെ സക്സസ്സിൽ ഇനി ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം ജാക്ക് നമ്മളിപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ വീണ്ടും ഫ്രണ്ട്സ് എന്ന് പറയുന്നിട്ട് റോസിനാണെങ്കിൽ അവിടെ ഹാർട്ട് ബ്രേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ആരാനാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുവാണ്. അങ്ങനെ അതിനുശേഷം ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാവരും എഴുന്നേറ്റ് ഇവരുടെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ജാക്ക് ജോക്കറിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വാ നീ എന്നോട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഇതെല്ലാം റോസ് ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോയപ്പോൾ റോസ് അവിടെ ഒറ്റയ്ക്ക് മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ജാക്കാണെങ്കിൽ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ വെച്ച് ഇപ്പം ജാക്ക് മാത്സാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്കൊരു കണക്കിട്ട് കൊടുത്തിട്ട് ജാക്കാണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ജോക്കറാണെങ്കിൽ എടാ എനിക്ക് കണക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, നീ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജാക്കാണെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ചേക്കാണ്. ആ സമയം കൊണ്ട് പിള്ളേരെല്ലാവരും ഞാൻ കണക്ക് ചെയ്തു, ആൻസർ സാറ് പറ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിക്കുകയാണ്. ഇവനാണെങ്കിൽ ആൻസർ അറിഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് ജാക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിള്ളേർ അത് വേണ്ട, കുറേ ടൈം എടുക്കും, പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങൾ ആൻസർ പറ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പിള്ളേരപ്പോൾ സാറിന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജോക്കറിൻ്റെ അച്ഛൻ വന്നിട്ട് ഇവർക്ക് ആൻസർ പറഞ്ഞു കൊടുത്ത് ആ കണക്ക് ചെയ്യുന്ന രീതിയെല്ലാം ബോർഡിൽ എഴുതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ്റെ അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കണ്ടിട്ട് ഇവനും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഇവനും അച്ഛൻ്റെ അടുത്ത് അച്ഛനെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ജാക്ക് ഇവരുടെ ഈ ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഈ കാർഡെല്ലാം എല്ലാവർക്കും കൊടുക്കുന്ന ടൈമിന് നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനും കൊടുക്കാനായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ജാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്കിതിനെ ഓൾറെഡി അറിയാം, വന്ന കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് പിന്നെ സാർ ഞാനും ജോക്കറും കൊണ്ടിട്ട് ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് പറയാണ്. ആ സമയം അയാളാണെങ്കിൽ അവനാണെങ്കിൽ സ്കൂൾ ഓപ്പൺ ചെയ്യാനുള്ള കഴിവൊക്കെ ആയോ എന്ന് നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സാർ അവനാണെങ്കിൽ ശരിക്കും ഒരു കഴിവുള്ള പയ്യൻ തന്നെയാണ്, അവൻ ഞങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവൻ നിങ്ങളൊരു റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ ഇതിനായിട്ട് വീട്ടിൽ വരാതിരിക്കുന്നത് നിങ്ങളുള്ള ഇഷ്ടക്കുറവോ ദേഷ്യമോ കൊണ്ടൊന്നല്ല, നിങ്ങളൊരു പക്ഷേ അവൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ വെൽക്കം ചെയ്തില്ലെങ്കിലോ കരുതി മാത്രമാണ്. അവൻ നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, വീട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ്റെ ഈ സക്സസ് കാണാനായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് വിട്ടു കളഞ്ഞിട്ട് അവനൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ അതൊക്കെ ഒരുപാട് വൈകിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ജാക്ക് ഒരിക്കലും വൈകിപ്പോയിട്ടില്ല സാർ, നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഈ കാർഡ് നോക്കി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ജോക്കറിൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ആ സമയം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജോക്കറും ജാക്കാണോ കൊണ്ടുവന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്. ആ സമയം ജാക്ക് വന്നിട്ട് പിള്ളേരെല്ലാവരും വാ നമുക്ക് അടുത്ത ആർട്ട് ക്ലാസ്സിൽ പോകാമെന്ന് പറയുന്നുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അത് പഠിപ്പിക്കുന്ന മറ്റേ ആരുമല്ല, ടാറ്റു ആണ്. അങ്ങനെ പിള്ളേരെ അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ പിന്നെ ജോക്കറും അച്ഛനും മാത്രം അവിടെ ഒറ്റയ്ക്കുണ്ടായിരുന്നു. ആ സമയം രണ്ടുപേരും ആദ്യം പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ആ ടൈമിന് അച്ഛനാണെങ്കിൽ നീ വീട്ടിലോട്ട് വാന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യാം, നീ വരുന്ന ദിവസം വീട്ടിലോട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അച്ഛൻ കൺഗ്രാജുലേഷൻ, നീയാണെങ്കിൽ ഇത്ര ഇതിലെത്തിയല്ലോ, ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല, അതിന് സോറി, ഇപ്പോൾ ഞാനാണെങ്കിൽ നിന്നോട് ക്ഷമ ചോദിക്കണമെന്ന് ഇത് ആഗ്രഹിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൻ മതിയച്ചാ, ഞാനും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ആ ടൈമിൽ അവൻ്റെ അച്ഛൻ ശരി നീ ഇനി എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് ടോയ് അങ്ങോട്ടേക്ക് എന്നിട്ട് ജോക്കർ വേഗം വാ, ദേ അവിടെ ഐസ്ക്രീമൊക്കെ ആരൊക്കെ നമുക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനെയും അങ്കിൾ വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയമാണെങ്കിൽ എന്നെ കണ്ട അങ്കിൾ എന്നൊക്കെ വിളിക്കാൻ തോന്നുമെന്ന് പറയാണ്. ആ ടൈമിന് ജോക്കറാണെങ്കിൽ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ ആയിട്ട് ഇവളെ ഞങ്ങളുടെ മകളായിട്ട് എടുത്താലെന്ന് ആലോചിക്കുക, കാരണം ഇവളുടെ അച്ഛൻ ഇപ്പോൾ വേറെ എങ്ങോട്ടോ പോയിരിക്കുക, ഇവൾക്ക് വേറെ ആരും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ഇവനൊരു ബോയ് ഫ്രണ്ടുള്ള കാര്യം തന്നെ എൻ്റെ അച്ഛൻ അറിയുന്നത്. ആ സമയം എൻ്റെ അച്ഛൻ നന്നായി, ഇത്ര സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവരെ വിളിക്കാനായിട്ട് ജാക്കും വരുന്നുണ്ട്. ആ ടൈമിൽ ജാക്കിനെ അടുത്ത് പിടിച്ച് ചേർത്തിയിട്ട് ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയാണ്. ആ ടൈമിൽ നമ്മുടെ ജാക്ക് എന്തൊക്കെയാണ് ദൈവമേ പറയുന്നതെന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഒന്ന് ഷോക്കാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോക്കറിൻ്റെ അച്ഛൻ സിമ്പിളായിട്ട് കൂളായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഇവർക്കും ഹാപ്പി ആകുന്നുണ്ട്. കൂടെ ജോക്കർ ഇവരാണ് എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടാറ്റു പിള്ളേർക്ക് അവൻ്റെ കണ്ടുപിടുത്തം വെച്ചിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ റോസും ജാക്കും ജോക്കറും ഒക്കെ നിൽക്കുന്നുണ്ട്.
അതിനുശേഷം കാണിക്കുന്നത് ബോസ് ഇപ്പോൾ ക്ഷേത്രത്തിലെ അധികാരിയായിട്ടുള്ള ലേഡി കാണാൻ വന്നിരിക്കുന്നതാണ്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണ് ഒരു സംഭവം മനസ്സിലാകുന്നത്. ഇവർ സിബ്ലിങ്സ് എന്തോ ആണ്. അപ്പോൾ നമ്മുടെ റോസിൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവരുടെ പാരൻസിനെ കൊന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ അധികാരിയായിട്ടുള്ള ലേഡി റോസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടിട്ട് ഇയാളിപ്പോൾ നീ എന്തിനാ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ പാരൻസിനെ കൊന്ന ആളുടെ മകളാണത്, നീ എന്താ എൻ്റെ എതിരായിട്ട് നിൽക്കാൻ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അയാളുടെ കയ്യിലെ മോതിരം വന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല പവറുണ്ട്. ഇയാൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതല്ല. അതേസമയം ഈ ലേഡിയുടെ അടുത്ത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇയാളുടെ കൂടെ കൂടാൻ താല്പര്യമില്ല എന്നുള്ള രീതി തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ ഒരു നമ്മുടെ ജാക്കിനെയും ജോക്കറിനെയും കാണിക്കുന്ന ടൈമിന് റോസിൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരാണ്. നോക്കിയപ്പോൾ ഇവളാണെങ്കിൽ മറ്റേ കടം കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പൈസ കിട്ടുന്ന ഒരു സംരംഭം പോലൊരു സംഭവം നമ്മുടെ ജാക്ക് അവളുടെ ബോഡി കാട്ടിരിക്കുന്ന ടൈമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തടയാനായിട്ട് ജോക്കർ വന്ന ഒരു സീൻ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളിപ്പോൾ തുടങ്ങിയ ആ ഒരു സംരംഭം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. എന്നാൽ ബോസിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരുടെ ആ ഒരു ഓഫീസ് മൊത്തം തകർത്തിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു ഇവർക്ക് കിട്ടിയത്. കിട്ടിയുടനെ തന്നെ തൊട്ടടുത്ത് നിന്ന് ജാക്കിനെയും ജോക്കറിനെയും ഇത് കാണിക്കുന്നുണ്ട്. അതേ ടൈമിന് ഹോയി ആണെങ്കിൽ ഇവരുടെ അടുത്ത് ഈ സ്പീഡിന് ഓടി വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് ടാറ്റുവും ആരാനും കൂടെ ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ഹോയി പറയാണ്, ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള ലേഡി എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു, ബോസ് അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു എന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി, ബോസ് എന്തോ പദ്ധതി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോക്കറിനറിയാം അവനെ മോതിരം കൊടുത്ത കാര്യവും ഇയാളിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അവനൊരു പിടുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഓക്കെ ഞാനെന്തായാലും ഇയാളെ തടയാനായിട്ട് ഇറങ്ങാൻ പോവുക, ആർക്കൊക്കെ വരണോ അവർക്ക് വരാം, ഞാൻ ആരും നിർബന്ധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആരാൻ പതൊക്കെ എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ ടാറ്റു പിടിച്ച് വെച്ചിട്ട് ആരും ഒരിടത്തും പോകില്ല, എല്ലാവരും ഈ മിഷനിൽ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, റോസും ജാക്കും കൂടെ ആയിട്ട് ആ ഒരു ഓഫീസിലേക്ക് തകർത്ത ഓഫീസിൻ്റെ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യും. ബാക്കി നമ്മൾ നാലുപേരും കൂടെ ആയിട്ട് നേരെ ആ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ബോസിനെ കാണാനായിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ടോയ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ടോയ് വന്നിട്ട് ഞാനും വരുന്നു എന്ന് പറയുന്ന ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ വേണ്ട നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞങ്ങൾ കുറച്ച് അപകടം പിടിച്ചൊരു പരിപാടിക്കാണ് പോകുന്നത്, പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൾ എൻ്റെ അച്ഛനെന്നെ ഇട്ടിട്ട് പോയി നിങ്ങളൊരു ഇട്ടിട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ ജോക്കർ ഒരിക്കലില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാലും ഞാൻ പ്രേതമായിട്ടെങ്കിലും നിൻ്റെ അടുത്ത് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ മരിച്ചു പോകുന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് തന്നെ ടോയി ആണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടുവാണ്. ആ സമയം ജോക്കറാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ അവരുടെ മിഷനിൽ ചെയ്യാനൊക്കെ പോകാൻ നിൽക്കുകയാണ്. ഇതേ ടൈമിൽ നമ്മുടെ ജോക്കറിൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നത് മനസ്സിലായിട്ട് ജാക്കാണെങ്കിൽ എന്താ സംഭവം, നീ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ആ മോതിരത്തിൻ്റെ കാര്യം പറയാൻ വന്നിട്ട് ആ ചെയ്തു, ഇപ്പോൾ നിനക്ക് ഒരാളടുത്ത് എത്ര തവണ ക്ഷമിക്കാൻ പറ്റും, ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു, നിനക്കത് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ നീ എന്ത് ചെയ്താലും എനിക്ക് നിന്നെ വിശ്വാസമാണ്, നിനക്ക് പറ്റുമ്പം നീ എന്നോട് ഇത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് പറയാണ്. ആ സമയം തിരിച്ച് ജാക്കും ഐ ലവ് യു ടു എന്ന് പറയുന്നുണ്ട്. സൈഡിൽ നിന്ന് കേട്ട റോസ് ആണെങ്കിൽ ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ എന്നുള്ള രീതിയിൽ നല്ലതുപോലെ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാക്കും അരാനും ടാറ്റു ഹോയി ഇപ്പോൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിന് ടാറ്റു ആണെങ്കിൽ നമ്മൾ ബോസിനെ മോതിരം കൊണ്ട് കൊടുത്ത കാര്യം ജാക്കിന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ഇല്ല, പക്ഷേ ഞാനത് പറയുമെന്ന് പറഞ്ഞപ്പോൾ അരാനാണെങ്കിൽ പറയാതിരിക്കുന്നതല്ലേ നല്ലത്, എന്തിനാ വെറുതെ വീണ്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, നീയാണെങ്കിൽ അത് കൊടുത്ത് ബോസിന് കുറേ പവർ കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വെറുതെ വിടത്തില്ല, അവൻ കൊന്നു കളയാൻ വേണ്ടി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹോയും ആ ശരിയാ അവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ടൈമിന് ജോക്കറാണെങ്കിൽ എൻ്റെ ലൈഫിൽ കള്ളം പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര അനുഭവിച്ചത്, ഇനി കള്ളം പറയുന്നില്ല, എനിക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സത്യവും ഞാൻ അറിയിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാക്കി ആരും തന്നെ അത് പറയേണ്ടതെന്നുള്ള രീതിയിൽ അവൻ എതിർക്കുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ജാക്കിനെയും റോസിനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതേ ടൈമിലാണ് ഓൾറെഡി സേവും ഹോപ്പും ഉണ്ട്. അവരുണ്ടായിരുന്നു അവിടെ ആൾക്കാരൊക്കെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഇവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കേണ്ട പൈസ അത് ആക്ച്വലി മോഷണം പോയി. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഇനി അവർക്ക് പൈസ കിട്ടത്തില്ല, അവർ പറ്റിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് കട പൊളിച്ചതും ആൾക്കാർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. മിക്കവാറും ബോസിൻ്റെ പരിപാടി തന്നെ ആയിരിക്കും. ആ ടൈമിൽ റോസ് അങ്ങോട്ടേക്ക് എന്നിട്ട് നിങ്ങൾ ആരും ടെൻഷനാവുന്നിരിക്കും, ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ആൾക്കാരത് വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സമാധാനമായിട്ട്. ആ ഒരു ടൈമിലാണ് നമ്മുടെ റോസ് അവരുടെ അടുത്തൊക്കെ പറയുന്നത്, എൻ്റെ വീട്ടിലുള്ള അച്ഛൻ്റെ മോതിരവും ആരോ മോഷ്ടിച്ചു, ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും, ബോസിൻ്റെ ആൾക്കാരായിരിക്കും എന്നൊക്കെ പറയുന്ന ടൈമിന് നമ്മുടെ സേവും ഹോപ്പും കൂടെ ആയിട്ട് പക്ഷേ കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജോക്കർ എന്ന് പറഞ്ഞ കള്ളൻ തിരിച്ചിറങ്ങിയിട്ടുണ്ടെന്നാ, ഇനി അവൻ്റെ പരിപാടി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹോപ്പാണെങ്കിൽ അത് പക്ഷേ ജോക്കല്ലേ, ജോക്ക് വേണ്ടി ഈ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജാക്കിനാണെങ്കിൽ കേട്ടിട്ട് എന്താ തീരെ വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജാക്ക് അവൻ ചെയ്യാൻ ചാൻസ് ഇല്ല, അവനാണെങ്കിൽ അതൊക്കെ വിട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ ഇനി അവനാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ടൈമിന് ജാക്കാണെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ, ബോസിന് ഇത്രയും പവർ കൊടുക്കുകയല്ലേ, അപ്പോൾ പിന്നെ അവനെ കൊല്ല തന്നെ വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ട്.
ആ ടൈമിലാണ് ഏതോ ഒരാൾ പെട്ടെന്ന് ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കൊന്ന് വീഴുന്ന ഇവർ കാണുന്നത്. ചെന്ന് നോക്കിയാൽ മറ്റാരുമല്ല, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലേ കാണുന്ന ആ ഒരു ചെറിയൊരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ബോസിന് കടം കൊടുക്കാനുള്ളൊരു ലേഡിയാണ്. ആ ലേഡി ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നതോ ചെയ്തതാണ്. ഇവരാ ലേഡിയുടെ അടുത്തേക്ക് ഓടി എത്തിയപ്പോൾ തന്നെ അവർ മരിക്കും എന്നുള്ള ഇതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ജാക്കാണെങ്കിൽ ഇതേപോലെ ബോസ് ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് ഒരാൾ വരെ മരിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലേഡിയുടെ ലൈക്ക് അക്കൗണ്ട് സംഭവങ്ങളെല്ലാം നമ്മുടെ സേവിൻ്റെ കയ്യിലുണ്ട്. കാരണം സേവ് നമ്മുടെ ബോസിന് വേണ്ടി വർക്ക് ചെയ്യുകയാണല്ലോ. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിന് നോക്കിയപ്പോൾ ആ ലേഡിക്ക് ഇഷ്ടംപോലെ കടം വരുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ആ ലേഡിയുടെ കടം കുറേ ഉണ്ടായിരുന്ന കുറഞ്ഞതാണ്. പക്ഷേ ആ കടത്തിനേക്കാൾ 100 ഇരട്ടി കടം ഇപ്പോൾ വന്നേക്കാണ്. അതെങ്ങനെ വന്നു എന്നിങ്ങനെ നോക്കുന്ന ടൈമിലാണ് സേവ് പറയുന്നത്, ബോസ് എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചു, ആ ലേഡീനെ ഒരു ലോൺ എടുപ്പിക്കാൻ പറഞ്ഞു, അത് ഞാൻ അവരെ കൊണ്ട് എടുപ്പിച്ചു, അങ്ങനെ അവർക്ക് ഇത്രയും കടം വന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നമ്മുടെ സേവ് ഇതേപോലെ തന്നെ മുമ്പ് നമ്മുടെ ജാക്കിനെയും കൊണ്ട് അവൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലാകുന്ന ടൈമിന് ഒരു ലോൺ എടുപ്പിക്കാൻ ശ്രമിച്ചല്ലോ. അപ്പോൾ ആ ഒരു സെയിം കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ജാക്ക് ഇത് കേട്ടിട്ട്, ഇതേപോലെ തന്നെയല്ലേ നീ എന്നെ കൊണ്ടും ഇതേപോലെ ഒരു ലോണിൽ എടുപ്പിക്കാൻ നോക്കിയത്, അപ്പം നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, നീ അപ്പോൾ അതിൻ്റെ ബോസിന് വേണ്ടി വർക്ക് ചെയ്യായിരുന്നല്ലേ എന്ന് വെച്ചിട്ട് അവൻ സേവിനെ അടിക്കുവാണ്. ആ സമയം ഹോപ്പടെ കയറിയിട്ട് നീ അവനെ അടിക്കാതെ എന്നെ അടിക്കാൻ പറയുന്നുണ്ട്. ആ സമയം ജാക്ക്, അപ്പം നിനക്കും ഇതൊക്കെ ഓൾറെഡി അറിയാമായിരുന്നല്ലേ, മര്യാദയ്ക്ക് അവനെ മാറ്റി നിർത്തിക്കോ, ഇവൻ ചെയ്തൊരു കാര്യം കാരണം ഒരാളാണ് മരിച്ചത്, ഇനി നീ എന്നെ മുന്നിൽ പോലും വന്നു വരുന്നത്, എൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പോലും വന്നു വരുമെന്ന് പറഞ്ഞിട്ട് ജാക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ദേഷ്യത്തിൽ നടന്നു പോവാണ്. അതിനുശേഷം ജോക്കറിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ ബോസിനെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം, നിങ്ങൾ കൂടെ വാങ്ങി ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ പോലും വരാൻ തയ്യാറാവുന്നില്ല. ഇതേട്ട് ഇവന് ഹോയാണെങ്കിൽ നേരെ ആ ക്ഷേത്രത്തിൻ്റെ അധികാരിയുടെ ലേഡിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് പ്ലീസ് നിങ്ങളെങ്കിലും വാന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബോസിൻ്റെ എല്ലാം റിങ്ങുണ്ട്, അയാൾക്കിപ്പോൾ നല്ല പവറുണ്ട്, പോലീസുകാരും അയാളുടെ കാൽ കീഴിലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹോയാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേട്ട് റോസിനെ കാണിക്കുമ്പോൾ ഇവളോടെ വീട്ടിലെത്തുന്ന ടൈമിന് ഇവളുടെ അച്ഛൻ്റെ അധികാരം പോയതുകൊണ്ട് തന്നെ വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുകയാണ്. കാരണം ബോസിൻ്റെ കണ്ണിൽപ്പെട്ട അയാളുടെ അടിമകളാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ പ്ലെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് ഇവരൊരു പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങുമായിരുന്നു. നമ്മുടെ റോസും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ ജോക്കറിനെ കാണിക്കുമ്പോൾ ഈ സമയം നമ്മുടെ ഹോയാണെങ്കിൽ ആ ലേഡീനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലേഡി ഇവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ട് ഇപ്പം അങ്ങോട്ടേ വരുന്നുണ്ട്. ആ ലേഡി തന്നെ, അതായത് ഇവർ അധികാരിയായിട്ടുള്ള ലേഡി തന്നെ വരുന്ന കണ്ടിട്ട് അവിടെ ആൾക്കാരെല്ലാവരും ശരി ഞങ്ങൾ റെഡിയാണ്, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ടോയ്നെയും പിന്നെ ബാക്കിയുള്ള പിള്ളേരെയും കാണിക്കുമ്പോൾ ബോസിൻ്റെ ഒരാളാണെങ്കിൽ ഇപ്പോൾ പിള്ളേരെയൊക്കെ അവിടെ തടഞ്ഞു വെച്ചേക്കാണ് ആ ഒരു സ്കൂളിൽ തന്നെ. ബോസിൻ്റെ ആളെന്ന് പറയുമ്പോൾ മറ്റാരും അല്ല, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. അതായത് നമ്മുടെ ജാക്കിൻ്റെ കൂടെ ടേക്ക് കൊണ്ട് കളിച്ചിട്ട് അവനെയൊക്കെ അടിച്ചിട്ട വ്യക്തി, അവൻ്റെ പേര് മറ്റേ കാർബൺ എന്നാണ്, നിങ്ങളൊക്കെ ഓർക്കുന്നേ വിചാരിക്കുന്നു. അപ്പോൾ കാർബണാണ് ഇപ്പോൾ ബോസിൻ്റെ ആളാണ് ഇവിടെ ഉള്ളത്. കാരണം മുമ്പത്തെ പോലെ തന്നെ ഭയങ്കര വൃത്തികെട്ടവനാണ് ഇവനാണെങ്കിൽ, പിള്ളേരെ വിടുന്നില്ല. ആ ടൈം ടോയ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് അവൻ്റെ ശ്രദ്ധ തിരിക്കാം, നിങ്ങളാണെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ ഓടി നേരെ രക്ഷപ്പെട്ടോളാൻ പറയുന്നുണ്ട്. അങ്ങനെ പിള്ളേർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ടോയ് എന്നിട്ട് എടാ നോയിക്കൊണ്ടിരിക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അവിടെ വന്ന് പോരാടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അവൾ മേളത്തെ നിലയിലേക്ക് ഓടുവാണ്. ദേഷ്യം വന്ന് ഇവനും പുറകെ പോകുന്നുണ്ട്. ഇടം കൊണ്ട് ബാക്കി പിള്ളേരെല്ലാം ഓടി രക്ഷപ്പെട്ടാണ്. അങ്ങനെ ഈ പിള്ളേർ ഓടിയിട്ട് നേരെ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അവിടെ എത്തിയിട്ട് ഇവർ കാര്യം പറയുന്ന ടൈമിന് ഈ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ജോക്കർ ടോയിനെ കാണുന്നില്ല ആ കൂട്ടത്തിൽ. അങ്ങനെ ടോയ് എവിടെയും ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ടോയിനെ കാണിക്കുമ്പോൾ ഇവളാണെങ്കിൽ കുടുങ്ങി എന്നുള്ള അവസ്ഥയിലാണ്. ഇവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്ന അവസ്ഥയല്ല, അവൻ മൊത്തത്തിൽ ഇവളെ കുടുക്കി കഴിഞ്ഞു. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം ജയിലിൽ കിടക്കും. ആ പറയും പോലെ ബോസാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ അധികാരി, അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, പോലീസുകാർ അയാളെ കാൽ കീഴിലല്ലേ, ഞാൻ തന്നെ എന്ത് ചെയ്താലും ഞാൻ ജയിലിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അയാൾ എടുക്കുവാണ്. എടുത്തിട്ട് ആ ബിൽഡിങ്ങിന് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ടോയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ജോക്കർ എല്ലാവരും കൂടെ ഇവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് പറ്റുമെന്ന് അറിഞ്ഞുകൂടാതെ. അതേട്ടൻ അങ്ങോട്ടേക്ക് നമ്മുടെ ജോക്കറിൻ്റെ അച്ഛൻ വന്നിട്ട് നീ വിഷമിക്കാതിരിക്കുക, അവളെൻ്റെ കൊച്ചുമോളെ പോലെയല്ലേ, ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് നേരെ നമ്മുടെ ടോയ്റ്റിങ്ങിനെ കൊണ്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ മൊത്തം ജോക്കർ ഫുള്ള് കരച്ചിലാണ്. ആ സമയം ജാക്ക് ഇങ്ങോട്ട് ഓടുന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ പോലും മിണ്ടുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ എന്താ സംഭവിച്ചത് ഒന്ന് പറ, സേവ് നമ്മളെ ചതിച്ചു, അത് കാരണം എല്ലാം സംഭവിച്ചില്ലേ, ഇല്ലെങ്കിൽ ടോയ്ക്ക് ഇങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് നമ്മുടെ ജോക്കർ എഴുന്നേറ്റിട്ട് സേവല്ല, ഞാനാണ് നിന്നെ ചതിച്ചത്, ഞാൻ ആ ഒരു മോതിരം ബോസിൻ്റെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് എന്ത് സംഭവിക്കുന്നതിന് കൂടെ നമ്മുടെ ആരാനൊക്കെ ഷോക്കാവുന്നുണ്ട്. നമ്മുടെ ജാക്കാണെങ്കിൽ പിന്നെ നീ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻ്റെ എത്രയോ എപ്പിസോഡൊക്കെ കടന്ന് ആ ഒരു സേവ് സോണിലെത്തിയതായിരുന്നു. പക്ഷേ ഇത് ഒറ്റ എപ്പിസോഡ് ഉണ്ട്, തീർത്തു, എല്ലാം തീർന്നു. ഇനി എന്താവുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ ബൈ.